ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? കാച്ചുവിനെ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സ്വന്തം സ്കൂൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആൾക്കുണ്ട്. ചെന്നപ്പോൾ എടാ ഇതാ നിന്റെ സ്കൂളെന്ന് പറഞ്ഞപ്പോൾ ഓ ഇതാണോ എന്നുള്ള മട്ടിലിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണേ. അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് അവിടെ ഒരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ പാസ്സാവണം കേട്ടോ. ആൾക്ക് 20ൽ 16 മാർക്ക് കിട്ടി, എങ്ങനെയോ എന്തിനോ. പിന്നെ കുറച്ചു നേരം അഡ്മിഷന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ദാണ്ടടാ കിടക്കുന്ന ഒരു മാങ്ങ. പിന്നെ നാണക്കേടൊന്നും നോക്കിയില്ല, പരിസരത്ത് എങ്ങും നോക്കാൻ ഒറ്റോട്ടമായിരുന്നു. നേരെ പോയി ആ മാങ്ങ എടുത്തു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സ്കൂള്. കുറച്ച് പുതിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല പോസ്റ്റ് അടിച്ചു. ഇതാ പുസ്തകത്തിന് വേണ്ടിയിട്ട് കണ്ടില്ല, പൈസയൊക്കെ കൊണ്ടുകൊണ്ടാന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പുസ്തകമൊക്കെ മേടിച്ചു, സോക്സ് ഒക്കെ കിട്ടി. ആ കൂടെ ഇന്ന് നമുക്ക് യൂണിഫോമിന്റെ മെഷർമെന്റ് എടുക്കുന്നുണ്ടായിരുന്നു, അതും കൂടെ കൊടുത്തിട്ട് പോന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി ഭയങ്കരമായിട്ടും ദാഹിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ നാരങ്ങ വെള്ളവും കുടിച്ച് കാശുവിനൊരു സിപ്പപ്പും കഴിച്ചു. പിന്നെ അവിടുന്ന് നേരെ ഷൂ മേടിക്കാൻ വേണ്ടി പോകണം. യൂണിഫോമിന് ഇടാൻ വേണ്ടി 2 ഷൂ വേണമായിരുന്നു. അപ്പോൾ ഒരു ബ്ലാക്കും ഒരു വൈറ്റും നമ്മൾ ഷൂ എടുത്തു. അപ്പം നോക്കിയപ്പോൾ അതാ കാശ് ഓടടാ ഓട്ടം കടയിൽ കൂടി. പിന്നെ അവന് ഷേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ കണ്ടൊരു ബേക്കറി കയറി. ഞങ്ങൾ രണ്ടാളും ഒരു ബർഗറും ഒരു ചിക്കൻ സാൻഡ്വിച്ചും അവനൊരു ഷേക്കും കുടിച്ചു കേട്ടോ. പകുതി ഷേക്ക് കുടിച്ചപ്പോഴത്തേക്കും തന്നെ ആളൊരുമാതിരി കിറങ്ങിയ മട്ടുണ്ടായിരുന്നു. വാക്ക് ഞങ്ങൾ കുടിച്ചു. അവിടുന്ന് നേരെ ഞാൻ വീട്ടിലേക്ക് പോന്നു. കാശുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. തിരിച്ചു പോരുന്ന വഴിക്ക് മഴ ചെറുതായിട്ട് തൂളുന്നുണ്ടായിരുന്നു, പക്ഷേ പെയ്തിട്ടൊന്നുമില്ല. പിന്നെ നേരെ വീട്ടിൽ വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി, കാരണം മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് പുസ്തകങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. തുറന്നിട്ടപ്പോൾ അതാ ഇഷ്ടം പോലെ. ഇതുകൊണ്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഇതാണ് സോക്സ്. അപ്പം പിന്നെ അവിടുന്ന് കിട്ടിയ ഒരു മാങ്ങ എടുത്ത് കൈ പിടിച്ച് നേരെ ഒന്ന് വിശ്രമിക്കാനിരുന്നു. ഞാൻ വന്നപ്പോൾ കുഞ്ഞപ്പം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ടൊരു മാങ്ങയൊക്കെ കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ.